താഴ്വാരം ഹൃദയരാഗം നീട്ടിടും നീ സ്നേഹകൂടാരം ശാലോം ടി വി പ്രേക്ഷകർക്ക് ലൗഡേലിലേക്ക് സ്നേഹം പൂക്കുന്ന ഈ താഴ്വരയിലേക്ക് സ്വാഗതം. നമ്മളുടെ കുടുംബങ്ങളിൽ സ്നേഹത്തിൻ്റെ സന്തോഷം പൂർണ്ണമാക്കുന്നതിന് വേണ്ടി മാർപ്പാപ്പ ഈ കാലഘട്ടത്തിൽ ഏറെ സ്നേഹത്തോടെ സമ്മാനിച്ച അപ്പോസ്തോലിക ആഹ്വാനമാണ് സ്നേഹത്തിൻ്റെ സന്തോഷം. ഈ സ്നേഹത്തിൻ്റെ സന്തോഷത്തിൽ മാർപ്പാപ്പ സ്നേഹത്തിൻ്റെ 13 ലക്ഷണങ്ങളെക്കുറിച്ച് വീണ്ടും വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ നാം കണ്ടു, സ്നേഹം ആത്മപ്രശംസ ചെയ്യുന്നില്ല. പൗലോസ്ലീഹായിലൂടെ മാർപ്പാപ്പ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല. നമ്മളുടെ കുടുംബങ്ങളിൽ ഉചിതമായ പെരുമാറ്റത്തിലൂടെ എങ്ങനെ ഈ സ്നേഹം വളർത്തിയെടുക്കാം എന്ന ചർച്ചകളിലേക്കാണ് നാം ഇന്ന് കടക്കുക. ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കുവാനായി എത്തിയിട്ടുള്ള വിശിഷ്ട അതിഥികളെ നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ആദ്യമായി സിസ്റ്റർ നീമ ഗ്രേസ്, കുടുംബ പ്രേക്ഷിതത്വ പ്രവർത്തനങ്ങളിൽ സജീവ പങ്കാളിത്തവും ഹോളി ഫാമിലി സന്യാസ സമൂഹത്തിലെ അംഗവുമാണ് സിസ്റ്റർ നീമ. ഏറെ സ്നേഹത്തോടെ സിസ്റ്ററെ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമുക്ക് സ്വാഗതം ചെയ്യാനുള്ളത് ഡോക്ടർ മേരി റെജീനയാണ്. ഡോക്ടർ മേരി റെജീന കേരള കാർഷിക സർവകലാശാലയിലെ പ്രൊഫസറും തൃശ്ശൂർ അതിരൂപത പാസ്റ്ററൽ കൗൺസിൽ സെക്രട്ടറിയുമാണ്. ഡോക്ടറെ ഏറെ സ്നേഹത്തോടെ നമുക്ക് ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യാം. അടുത്തതായി നാം സ്വാഗതം ചെയ്യുന്നത് ഡോക്ടർ ടോണി ജോസഫ്, പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ഓർത്തോപെഡിക് സർജനും തൃശ്ശൂർ അതിരൂപതയിലെ കുടുംബങ്ങൾക്കായുള്ള സമർപ്പിത സമൂഹം ലോഫിൻ്റെ പ്രസിഡൻറ്റുമായ ഡോക്ടർ ടോണിയെ ഏറെ സ്നേഹത്തോടെ ഈ ചർച്ചാവേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നാം ഇന്ന് ചർച്ച ചെയ്യുന്നത് സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല. എന്താണ് ഈ സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല എന്നതുകൊണ്ട് ദാമ്പത്യ സ്നേഹത്തിൽ പാപ്പ ഉദ്ദേശിക്കുന്നത്? പാപ്പ ഉപയോഗിച്ചിരിക്കുന്ന 2 വാക്കുകൾ സ്നേഹം ജെൻറ്റിൽ ആൻഡ് തോട്ട്ഫുൾ ആയിരിക്കണം എന്നുള്ളതാണ്. സൗമ്യതയോടുകൂടിയും മറ്റുള്ളവരെക്കുറിച്ച് ശ്രദ്ധയുള്ളവരും ആയിരിക്കണം. എനിക്ക് തോന്നുന്നു ആ 2 വാക്കുകളിൽ എന്താണ് ഔചിത്യം എന്ന് മാർപ്പാപ്പ പറയുന്നുണ്ട്. അനുചിതമായി പെരുമാറരുത് എന്നുള്ളതാണ് പൗലോസ്ലീഹായുടെ വാക്കുകൾ എന്നുണ്ടെങ്കിലും പാപ്പ പറയുന്നു സൗമ്യമായി പെരുമാറുക, മറ്റുള്ളവരുടെ ആവശ്യങ്ങളിൽ ശ്രദ്ധയുള്ളവരായിരിക്കുക. അത് വാക്കുകൾ കൊണ്ട് മാത്രമല്ല, പാപ്പ അത് വിശദീകരിക്കുന്നുണ്ട്. നമ്മുടെ പെരുമാറ്റത്തിലും വാക്കുകളിലും നോട്ടത്തിൽ പോലും നമ്മൾ സൗമ്യരായിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെയാണ് ഈശോയുടെ ആ പെരുമാറ്റ രീതിയുമായി ഒരു താരതമ്യം വരുന്നതും. ഈശോ എപ്പോഴും സൗമ്യനായിരുന്നു. വളരെ ചുരുക്കം അവസരങ്ങളിൽ മാത്രമേ ശോഭിച്ച് നമ്മൾ കാണുന്നുള്ളൂ. പക്ഷെ നമ്മുടെ കുടുംബങ്ങളിൽ ശോഭമാണ് ഇപ്പോൾ ചിലപ്പോഴെങ്കിലും മുന്നിട്ട് നിൽക്കുന്ന വികാരം. നമ്മുടെ കുടുംബങ്ങളിൽ സമാധാനം തകർക്കുന്ന ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഉചിതമായി പെരുമാറാൻ നമുക്ക് സാധിക്കാതെ പോകുന്നതാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഒത്തിരി വ്യത്യാസങ്ങളുള്ള 2 പേർ ഒന്നിച്ചു ചേരുമ്പോൾ അവർക്ക് ഒരേ മനസ്സായി, ഒരേ ആത്മാവായി, ഒരേ ശരീരമായി ജീവിക്കാനുള്ള ഒരു പ്രയാസം നേരിടുക സ്വാഭാവികമാണ്. അപ്പോൾ ഇങ്ങനെ 2 വ്യത്യസ്തതകളുള്ള വ്യക്തികൾ ഒന്നിച്ചു ചേരുമ്പോൾ അവിടെ ഒത്തിരി സൗമ്യമായ പെരുമാറ്റവും റൂഡല്ലാത്ത സൗമ്യമായ പെരുമാറ്റവും ഒത്തിരി സ്നേഹത്തിൻ്റെ പ്രകടനങ്ങളും, കെയറിങ് അല്ലെങ്കിൽ തോട്ട്ഫുൾനെസ് എന്നൊക്കെ പറയുന്ന ആ സ്നേഹത്തിൻ്റെ പെരുമാറ്റങ്ങളൊക്കെ ആവശ്യമായിട്ട് വരും. ഒത്തിരി വ്യത്യാസങ്ങൾ പല കാര്യങ്ങളിലും ഉണ്ടാകാം. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം ഞാനും എൻ്റെ ഭാര്യയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ പറഞ്ഞാൽ എക്സ്ട്രീമായിട്ട് ഡിഫറെൻ്റായിട്ട് ചിന്തിക്കുന്നവരാണ് ഞങ്ങൾ. എൻ്റെ കാര്യത്തിൽ പറഞ്ഞാൽ ഞാൻ അലസനാണ്. ഞാൻ എണീറ്റ് പോകുമ്പോൾ എൻ്റെ ബെഡ് പോലും വൃത്തിയായിട്ട് വിരിച്ചിടാൻ ഞാൻ ശ്രദ്ധിക്കാറില്ല. ഞാനത് ചെറുപ്പം മുതലേ പ്രാക്ടീസ് ചെയ്തിട്ടില്ല. പക്ഷേ എൻ്റെ ഭാര്യ കൃത്യമായിട്ട് എടുത്ത സാധനം എടുത്ത പോലെ വെക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ ഇത് ആദ്യകാലങ്ങളിലൊക്കെ ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് അത് കാരണമായിരുന്നെങ്കിലും പിന്നീട് 2 പേരും ഈ പറഞ്ഞ പോലെ സൗമ്യമായും ഉചിതമായും പെരുമാറാൻ പഠിക്കുകയും പരസ്പരം ശ്രദ്ധിച്ച് എന്താണ് ഒരാളുടെ പരസ്പരം കേൾക്കുക. അപ്പോൾ എന്താണ് എൻ്റെ ഭാര്യയ്ക്ക് എന്താ ആഗ്രഹിക്കുന്നത്, ഞാൻ എണീറ്റ് പോകുമ്പോൾ എന്താ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുകയും അതനുസരിച്ച് ഞാൻ പെരുമാറുകയും ചെയ്തപ്പോൾ ഇതൊരു പ്രശ്നമല്ലാതായി. ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കടിക്കുകയാണെങ്കിൽ ഈ വഴക്കടിക്കുന്നതിന് പകരം
ഭാര്യയ്ക്ക് പറയാനുള്ളത് ഭർത്താവ് കേട്ടിരുന്നെങ്കിൽ, ഭർത്താവിന് പറയാനുള്ളത് ഭാര്യ കേട്ടിരുന്നെങ്കിൽ അതൊരു വഴക്കായി തീരില്ലായിരുന്നു. ഇതിൽ പാപ്പ പറയണം, ശ്രവിക്കേണ്ടതും സംസാരിക്കേണ്ടതും ചിലപ്പോൾ നിശബ്ദത പാലിക്കേണ്ടതും എങ്ങനെയെന്ന് പഠിച്ച് ഒരു വ്യക്തി തൻ്റെ മനസ്സും വികാരങ്ങളും വികസിപ്പിക്കുവാൻ ഈ ഒരു അനുചിതമായി പെരുമാറുന്നില്ല എന്ന ആ ദൗത്യം നമ്മളെ നിർബന്ധിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ കാണുന്നൊരു യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ കേൾക്കാൻ ആർക്കും നേരമില്ല. എല്ലാവരും പറയുന്നതിൽ ഭയങ്കര തിടുക്കമുള്ളവരും കേൾക്കുന്നതിൽ മന്ദഗതിക്കാരുമാണ്. മന്ദഗതി വചനം നമ്മളോട് പറയുന്നത് നേരെ തിരിച്ചാണ്. നിങ്ങൾ സംസാരിക്കുന്നതിൽ മന്ദഗതിക്കാരും കേൾക്കുന്നതിൽ വളരെ സുഖകരമായിരിക്കണം എന്നാണ് പറയുന്നത്. ഇത് നേരെ തിരിച്ചിട്ടിട്ടാണ് ഇപ്പം എല്ലാം സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കൗൺസിലിംഗ് സെൻ്ററുകളിലൊക്കെ വരുമ്പോൾ ചില സമയത്തൊക്കെ ഞാൻ 9 മണിക്ക് ഇരുന്നാൽ 5 മണിക്ക് മാത്രം അവിടെ നിന്ന് ഒരു വെള്ളം കുടിക്കാൻ പോലും എഴുന്നേൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. രാവിലെ 9 മണി തൊട്ട് വൈകിട്ട് 5 മണി ഒറ്റ സ്ട്രെച്ചിന് ഇരിക്കേണ്ട ചില സംഭവങ്ങളും ഒരു വിധമൊക്കെ ഉണ്ടാവാറുണ്ട്. ഈ കഴിഞ്ഞ ആഴ്ചയിൽ പോലും സംഭവിച്ചതാണ്. കാരണം അവർക്ക് അത്രമാത്രം പറയാനുണ്ട്. പറഞ്ഞെല്ലാം കഴിഞ്ഞ് 5 മണിയായപ്പോൾ ഞാൻ ചോദിച്ചു, സമയം പോലൊന്നും അവരറിഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു ഇപ്പോൾ 5 മണിയായി. അപ്പോൾ 5 മണിയോ? അത് പറഞ്ഞു കഴിഞ്ഞതോടുകൂടി തന്നെ അവർ റിലാക്സ്ഡായി. ഞാൻ പറഞ്ഞു ഇനി ഉത്തരവ് നിങ്ങൾ തന്നെ പറഞ്ഞോ. അപ്പോൾ എനിക്ക് എൻ്റെ ഡ്യൂട്ടി ഈ ഒരു ഇത്രയും 5-6 മണിക്കൂർ സമയം കേൾക്കുക എന്നത് മാത്രമായിരുന്നു. അവസാനം അവർ തന്നെ ഉത്തരവും കണ്ടെത്തി, ശരി സിസ്റ്റർ അടുത്ത ദിവസം വരാട്ടോ, ഞങ്ങൾ സന്തോഷത്തോടു കൂടി വരാമെന്ന് പറഞ്ഞവർ തിരിച്ചു പോകുന്ന ഒരവസ്ഥ പലപ്പോഴും തോന്നിയിട്ടില്ല. ഇതേ കേൾവി അവരുടെ ഭവനത്തിൽ വേറെ ആരെങ്കിലും കേട്ടിരുന്നെങ്കിൽ എന്നേ ഇത് പരിഹരിച്ചു പോയി. എനിക്ക് എപ്പോഴും തോന്നാറുള്ളതാണ്, ദൈവമേ ഇത് ഇവരാരെങ്കിലും വേറെ ആരെങ്കിലും ഇവരുടെ അമ്മമാരോ അമ്മൂമ്മമാരോ അല്ലെങ്കിൽ ഇവരുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോ ഇവരെ സമയാസമയങ്ങളിൽ അരമണിക്കൂർ വെച്ചെങ്കിലും കേട്ടിരുന്നെങ്കിൽ ഈ ഇത്രയും അപകടകരമായ അവസ്ഥയിലേക്ക് അവർ പോവില്ലായിരുന്നു എനിക്ക് തോന്നാറുണ്ട്. പലപ്പോഴും മക്കൾക്ക് ഈ മാതാപിതാക്കൾ ഇങ്ങനെ സമയം കൊടുക്കാത്തതും ഒക്കെ അവരുടെ വീട് വിട്ട് പോകുന്നതിനും മറ്റ് ബന്ധങ്ങൾ തേടി പോകുന്നതിനുമൊക്കെ കാരണമാകുന്നുണ്ട്. അവിടേക്ക് ഈ ഉചിതമായ പെരുമാറൽ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ സംഭവിക്കാത്തതാണ് ചിലപ്പോഴെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള അല്ലേ ഒളിച്ചോട്ടത്തിൻ്റെയും ഒക്കെ ഇത് വലിയൊരു കാരണമാണ്. കാരണം എന്നെ കേൾക്കാൻ ആരുമില്ല, അല്ലെങ്കിൽ ഞാൻ വേദനിച്ചിരുന്നപ്പോൾ മമ്മി എന്നെ ഒന്ന് വന്ന് ഒന്ന് എൻ്റെ കണ്ണ് മാറിയത് മമ്മിക്ക് മനസ്സിലായില്ലോ, അത് അവൾക്ക് മനസ്സിലായി. പിന്നെ അതോടൊപ്പം അവരുടെ തെറ്റുകളിൽ അവരുടെ പ്രശ്നങ്ങളിൽ സൗമ്യമായി ഇടപെടാൻ കർക്കശത്തോടെ ഭയങ്കര റൂഡായിട്ട് മാർപ്പാപ്പ വാക്കുപയോഗിക്കുന്ന വാക്കിതാണ്. ആ കർക്കശത്തോടെ ഇടപെടുന്നതിന് പകരം കുറെ കൂടെ സൗമ്യതയോടെ ഇടപെടാൻ ഉള്ളൊരു പരിശീലനം ഭാര്യ അച്ഛന് പറഞ്ഞത് ഓർക്ക് ഞാൻ പെട്ടെന്ന് ഇതിനെ കണക്ട് ചെയ്തിട്ടേ, നമ്മളുടെ ലൈഫിൽ ഹസ്ബൻഡിൻ്റെ വൈഫിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു ക്ലാഷ് ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ ഉചിതമായി പെരുമാറിയത് കണ്ടുപഠിച്ച കുട്ടികൾ സ്വാഭാവികമായിട്ടും അവരുടെ ജീവിതത്തിൽ ഇങ്ങനത്തെ ഇഷ്യൂസ് വരുമ്പോൾ അവിടെ അതിനവർക്കത് ഡീൽ ചെയ്യാൻ പറ്റും. നേരത്തെ പോകുന്നു എന്നൊക്കെ പറഞ്ഞു പക്ഷേ പറയാം അതാണ് നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടത്. അത് കാണിച്ചു കൊടുക്കാൻ നമുക്കിന്ന് പറ്റാത്തത് കൊണ്ടാണ് കുട്ടികൾ പുറത്തോട്ട് ഇറങ്ങുന്നതും വേറെ മാർഗങ്ങൾ തേടിപ്പോകുന്നതും. വചനത്തിൽ തന്നെ ഈശോ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്, പാപിനിയായ സ്ത്രീയെ കല്ലെറിയാനായിട്ട് എല്ലാവരും അവരെ കൊല്ലാം, അവരുടെ നിയമം അവരെ അനുവദിക്കുന്നുണ്ട് കൊല്ലാൻ വേണ്ടിയിട്ട്, അതിനുവേണ്ടി തന്നെ ഓടി വന്നത്. എന്നാലും ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എന്നുള്ള പോലെയാണ് അവർ ഈശോയുടെ അടുത്ത് വന്ന് ചോദിക്കുന്നത്, ഇവളിങ്ങനെ ഒരാളാണ്, ഇവളെന്താ ചെയ്യണമെന്ന്. പക്ഷെ ജസ്റ്റ് ഇവരെല്ലാവരെയും നോക്കി നിശബ്ദമായി എന്നിട്ട് പറയും, നിങ്ങളിൽ പാപമില്ലാത്തവൻ കല്ലെറി. ആ സമയത്ത് ഈശോ പറയുന്ന ഓരോ വാക്കിനോ അല്ലെങ്കിൽ ഈശോയുടെ ഒരു നോട്ടത്തിനോ പോലും ആ സ്ത്രീയെ കളയാനുള്ള ഓപ്ഷൻ കൊടുക്കുന്നതാണ്. കേൾവി കഴിഞ്ഞാൽ പറയുന്ന ഉചിതമായ സംസാരം, എന്ത് എപ്പോൾ എങ്ങനെ സംസാരിക്കണം എന്നുള്ളൊരു വിവേകം എല്ലാവർക്കും ഉണ്ടാകേണ്ടതുണ്ട്. ഈ കാര്യത്തിൽ തന്നെ ഈശോ അവിടെ ഒരു ചോദ്യം ചോദിക്കുന്നെങ്കിൽ അവൾ നീ ശരിക്കും പാപം ചെയ്തോ എന്ന് ചോദിച്ചാൽ ഉറപ്പാ കല്ല് വീഴും. അപ്പൊ ആ അവസ്ഥയില് അതിനു പകരം ഈശോ അങ്ങനെ പെരുമാറിയവരെ പോലും തിരിച്ചറിവിലേക്ക് കൊണ്ടുവരാൻ ആ പെരുമാറ്റം സഹായിച്ചു. സബ്ജക്റ്റ് പാപിനിയായ സ്ത്രീ അല്ലാതായി മാറുകയാണ്. അതെ, നമ്മുടെ ഒരു പെരുമാറ്റത്തിലൊരു സൗമ്യത, അതുപോലെ തന്നെ കുറെ കൂടെ മറ്റുള്ളവൻ്റെ കാര്യത്തിലൊരു ശ്രദ്ധ, നമുക്ക് സ്വന്തം എന്ന ഒരു ബോധം, അവൻ്റെ പ്രശ്നം എൻ്റെ കൂടെയാണ് അല്ലെങ്കിൽ അവൻ്റെ ഭാഗത്തു നിന്നുകൂടെ അത് നോക്കി കാണാനായിട്ടുള്ള അല്ലേ അവരിനോട് നമ്മൾ പറയുന്ന ഓരോ വാക്കും ഒന്ന് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇന്നത്തെ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ഉള്ള പ്രശ്നം, എനിക്കുള്ളൊരു പ്രശ്നം പെട്ടെന്ന് പ്രകോപിതരാവുകയാണ്. നമ്മൾ ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടായാലും ഈ നേരത്തെ പറഞ്ഞ എല്ലാ
സംഭവങ്ങൾ ഉള്ളതുകൊണ്ടായിരിക്കാം നമുക്ക് അസ്വസ്ഥതയാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലാതെ കാര്യങ്ങൾ നീങ്ങുമ്പോൾ, അല്ലെങ്കിൽ നമ്മളിലേക്ക് ശ്രദ്ധ എത്താതെ വരുമ്പോൾ ഒക്കെ നമുക്ക് പെട്ടെന്ന് അസ്വസ്ഥമാവുകയും അതിൻ്റെ പ്രതിഫലനമായിട്ടാണ് വാക്കുകൾ, പെരുമാറ്റവും റൂഡായി മാറുന്നത്. ഈ പരസ്പരമുള്ള ഈ വാക്കുകൾ മാത്രം കൊണ്ട് തകർന്ന കുടുംബങ്ങളുണ്ട്. ഇപ്പോൾ യാക്കോബ് സ്ലീഹ പറയുന്നുണ്ട്, നാവ് അനേകം ആളുകളെ തകർത്തിട്ടുണ്ട്, അനേകം രാജ്യങ്ങളെ തന്നെ തകർത്തിട്ടുണ്ട്. നാവിൻ്റെ ഉപയോഗം അല്ലെങ്കിൽ ഈ പരുഷമായ വാക്കുകളുടെ ഉപയോഗം. കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്തൊന്നൊരു സ്ത്രീ പറയായിരുന്നു, കുഞ്ഞുങ്ങളുണ്ടാകാൻ വൈകി, അതിൻ്റെ കാരണം ചികിത്സയിലൊക്കെ അവർ കുഞ്ഞുങ്ങളുണ്ടായി. അപ്പം ഈ കുഞ്ഞ് നിൻ്റെതല്ല, നീ ആ കുഞ്ഞിനേക്ക് തിന്നിട്ട് നീ പൊക്കോ, എന്നെ ഉപേക്ഷിച്ച് പൊക്കോ. അയാൾ മദ്യപിച്ച് വന്നപ്പെട്ട് പറയുന്നതാണ്. പക്ഷേ ഈ സ്ത്രീക്ക് താങ്ങാൻ പറ്റുന്നില്ല. അവരൊരുപാട് കാത്തിരുന്ന് ഈ കുഞ്ഞ് 6 മാസമായ കുഞ്ഞിനെ എടുത്തിട്ട് ഇവള് പാലൂട്ടുന്നതോ ഇവള് കുഞ്ഞിനെ നോക്കുന്നതൊന്നും ഇയാൾക്ക് ഇഷ്ടമില്ല. ഈ കുഞ്ഞ് നിൻ്റെതല്ല, ഈ കുഞ്ഞ് എനിക്ക് അവകാശപ്പെട്ടതാണെന്നുള്ള രീതിയിൽ സംസാരിക്കുമ്പോൾ ആ സ്ത്രീ തകർക്കപ്പെട്ടു പോകുന്ന ഒരു അനുഭവം എന്നോട് കഴിഞ്ഞ ദിവസം ഒരുപാട് അവസരങ്ങളിൽ ഇത്തരം ഒരു വാക്കുകൾ. അവിടെയാണ് എനിക്ക് തോന്നുന്നു മാർപ്പാപ്പ വീണ്ടും 3ാമത്തെ കാര്യം പറയുന്നു, ഔചിത്യം വേണം, മിണ്ടാതിരിക്കാനുമുള്ള സമയത്ത് നിശബ്ദത പാലിക്കാനായിട്ട് ഔചിത്യം. ഈ കുടുംബത്തിലൊക്കെ ഇൻലോസിന്റെ അടുത്തും എല്ലാവരുടെ അടുത്തുള്ള നമ്മുടെ ഇടപഴകല്ലേ, ആ ഒരു കാര്യം നമ്മൾ തുടക്കത്തിലേക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ കുടുംബ ബന്ധങ്ങളെ കുറച്ചും കൂടി ഒന്ന് ഊട്ടിയുറപ്പിക്കാൻ അത് ഇടയാക്കുന്നു. നമുക്ക് പറ്റിയ അബദ്ധങ്ങൾ വരും തലമുറ റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഷെയറിങ് നടത്തുന്നത്. കാരണം കുറച്ച് നമ്മളൊരു കോഷ്യസ് ആയി, ഒരു നമ്മളുടെ കയ്യിൽ നിന്ന് ഒരു എഫേർട്ട് വേണം മിണ്ടാതിരിക്കാനും, അല്ലേ, ശ്രദ്ധിക്കണം, മറ്റുള്ളവരെ ശ്രവിക്കണം എന്നൊക്കെ ഉള്ള. മറ്റുള്ളവരുമായി കണ്ടുമുട്ടുമ്പോൾ ഒരു കരുണയോടെയുള്ളൊരു നോട്ടം അത്യന്താപേക്ഷിതമാണെന്ന് പാപ്പ പങ്കുവയ്ക്കുന്നുണ്ട്. അപ്പോൾ കരുണയുടെ ഒരു തലം ഈ കാര്യത്തിൽ നമുക്ക് പ്രത്യേകമായിട്ട് നമ്മൾ സൂക്ഷിക്കണം എന്ന് തോന്നുന്നു, അല്ലേ? എനിക്ക് തോന്നുന്നത് എന്താണെന്ന് ഡോക്ടർ, ഞാൻ ഡോക്ടറെ കാണുമ്പോൾ എൻ്റെ കുറവുകളെല്ലാം മറച്ചു വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതെല്ലാം വിസ്മരിച്ചുകൊണ്ട് ഡോക്ടറുടെ കുറവുകളിലേക്ക് നോക്കാനാണ് ഞാൻ എപ്പോഴും ശ്രമിക്കാറ്. നമ്മൾ മറ്റുള്ളവരെ അങ്ങനെയാണ്, എനിക്കുള്ള പരിമിതികളും കുറവുകളും എല്ലാം നമ്മളങ്ങ് വിസ്മരിക്കും. എന്നിട്ട് അപരൻ്റെ പരിമിതികളും കുറ്റങ്ങളും നോക്കും. അവിടെ കരുണയോ ദയയോ സ്നേഹമോ ഒന്നുമില്ല. മറ്റൊരാളുടെ കുറവുകളെ കണ്ടെത്താൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ആ നോട്ടത്തിൻ്റെ ആ പെശകാണ് നമ്മുടെ ഒരു എന്ന് പറയുന്നത്. അവിടെയാണ് എനിക്ക് തോന്നുന്നു മാർപ്പാപ്പ വീണ്ടും വീണ്ടും ഈ നോട്ടത്തെക്കുറിച്ച്, എങ്ങനെയാണ് നാം മറ്റുള്ളവരെ കാണേണ്ടത്, എങ്ങനെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്കും ഒരുപാട് കുറവുകളുണ്ട്. അപ്പോൾ ആ കുറവുകളെ മറിച്ച് വെച്ചുകൊണ്ടാണ് ഇപ്പം എൻ്റെ ഭർത്താവിൻ്റെ ആണെങ്കിലും കുറവുകൾക്ക് നേരെ ഞാൻ ആക്രോശിച്ചുകൊണ്ട് ആക്രമവാസനയോടുകൂടി പലപ്പോഴും എത്താറ്. തിരിച്ചും അങ്ങനെയാണ്. പല ഭർത്താക്കന്മാരും വളരെ ഹാർഷായിട്ട് പെരുമാറുന്നവർ, മറ്റുള്ളവരെ മുന്നിലിട്ട് പറയുന്നവരുമുണ്ട്. നമുക്ക് വല്ലാതെ തോന്നും അങ്ങനെ. അപ്പോൾ ആ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ പറയുന്ന ആളെ കുറിച്ചിട്ട് അവനവന് ചിന്ത, അല്ലെ അവനവൻ്റെ ഒരു ചിന്ത എപ്പോഴും ഈ മറച്ചു വെച്ചുകൊണ്ടാണ് നമ്മൾ പെരുമാറില്ല. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു മാർപ്പാപ്പ ഈ സൗമ്യമായ നോട്ടത്തെക്കുറിച്ച്, ആ സൗമ്യതയിൽ എൻ്റെ കുറവുകളും അപരൻ്റെ കുറവുകളും എല്ലാം ഒതുങ്ങണം, എന്നിട്ട് സ്നേഹപൂർവമായി നോക്കണം. ഈശോയുടെ നോട്ടത്തെക്കുറിച്ച് ലേവിയെ വിളിക്കുന്ന രംഗമുണ്ടല്ലോ, അവിടെ ഈശോയുടെ ഒരു നോട്ടം, കരുണയോടെയുള്ള നോട്ടം കണ്ടപ്പം മത്തായി സ്ലീഹ സ്വയം മറന്നുള്ളിലേക്ക് നോക്കിയെന്നാണ് പറയണം. ഞാൻ എത്ര പാപിയാണെന്ന് ഉള്ള ആ സമയത്താണ് വിളിക്കുന്നത് എൻ്റെ പുറകെ വരാൻ. അപ്പം ആ ഹീലിംഗ് ആയിട്ടുള്ള ഒരു നോട്ടം ഈശോയിലുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ സൗഖ്യപ്പെടുത്തുന്ന ഒരു നോട്ടമായിരിക്കണം, അല്ലെ സൗഖ്യപ്പെടുത്തുന്ന വാക്കുകളായിരിക്കണം ആരിൽ നിന്ന് പുറപ്പെടേണ്ടത്, നമ്മളിൽ നിന്ന് പുറപ്പെടേണ്ടത്. അപ്പോൾ കുടുംബത്തിനകത്ത് ദമ്പതികൾ തമ്മിലാണെങ്കിലും ഈ പരസ്പരം സൗഖ്യപ്പെടുത്തുന്ന വാക്കുകളും സൗഖ്യപ്പെടുത്തുന്ന നോട്ടവും ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. എങ്കിലാണ് അവർക്ക് പരസ്പരം വളർത്താനായിട്ട് സാധിക്കും. അതിന് നേരെ എതിരുള്ള അനുഭവം ആകുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയ ഡോക്ടർ, എന്തൊരു ശരിക്കും വേദന ഉളവാക്കും, ഒരുപാട് വേദന ഉളവാക്കും. ആ വേദനയിൽ നിന്നാണ് ശത്രുതാ മനോഭാവം എനിക്ക് തോന്നുന്നു. അതിൽ നിന്നാണ് തകർച്ചയിലേക്കുള്ള ഓരോ സ്റ്റെപ്പാണത്. ആ നോട്ടം, ഭാവം, നമ്മുടെ ബോഡി ലാംഗ്വേജ് മാറുമ്പോൾ തന്നെ മറ്റേയാൾ ഇറിറ്റേറ്റഡ് ആയി, ഇതെല്ലാം നമുക്ക് മനസ്സിലാവും. വർഷങ്ങളിലൂടെ ആവർത്തിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു മണിക്കൂറുകൾ കൗൺസിലിങ്ങിന് വന്നിരിക്കുന്നല്ലേ സിസ്റ്റർ? അതെ 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 അതെ. അതാത് സമയത്ത് തുറക്കാനുള്ള ഓപ്ഷൻ ഇല്ല, അല്ലെങ്കിൽ തുറക്കാനുള്ള അവസരം ഇല്ല, അല്ലെങ്കിൽ അവർ കണ്ടെത്തുന്നില്ല. അത് അതിൻ്റെ എക്സ്ട്രീം എൻഡിൽ എത്തുമ്പോഴാണ് അവരിങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ അന്വേഷിച്ചു വന്ന് അറ്റകൈ
എന്നുള്ള ഈ സൗഖ്യ അനുഭവങ്ങൾ ഡെയിലി സംഭവിക്കേണ്ടതാണ്. അത് നമ്മൾ പറയില്ലേ, അതാത് ദിവസത്തെ ക്ലേശങ്ങൾ മതി, അത് അതാത് ദിവസം തന്നെ പറഞ്ഞ് തീർത്ത് പോവുകയാണെങ്കിൽ. ഞാൻ കല്യാണ കോഴ്സിൽ അവരോട് പറയാറുണ്ട്, സ്ഥിരമായിട്ട് പറയാറുണ്ട്, നിങ്ങൾക്ക് വേറെ ഒന്നിനും സമയം കിട്ടിയില്ലെങ്കിലും നിങ്ങളൊരു 10 മിനിറ്റ് സമയം കണ്ണിലൊന്ന് നോക്കിയിരുന്നോളാം. അതിൽ മിന്നിമായുന്ന ഭാവങ്ങൾ തിരിച്ചറിയാൻ നിങ്ങൾ തുടക്കത്തിൽ തന്നെ പഠിക്കണം. അത് പഠിച്ചു കഴിഞ്ഞാൽ ആ മുഖത്ത് സങ്കടമാണെങ്കിൽ എന്തേ എന്ന് ചോദിക്കാൻ തോന്നും, സന്തോഷമാണെങ്കിൽ ഇന്നെന്താ എന്ന് ചോദിക്കും. അത് ചോദിക്കുന്നതോടുകൂടി തന്നെ ആ കമ്മ്യൂണിക്കേഷൻ അവിടെ നടന്നു കഴിയുന്നു. പിന്നെ എക്സ്പ്ലനേഷൻ ആവശ്യമുണ്ടെങ്കിൽ എക്സ്പ്ലനേഷൻ പറയാം, അല്ലെങ്കിൽ അതോടുകൂടി തന്നെ നമ്മുടെ ആ ഒരു എന്താ പറയുക, ആ നോട്ടത്തിൽ തന്നെ ഞാൻ സംതൃപ്തിയായി, നല്ല സന്തോഷത്തോടെ അല്ലെങ്കിൽ സ്നേഹത്തോടെ ഒരു നോട്ടം. ചിലപ്പോൾ അതിന് കൂടുതൽ ഒന്നിനും ഇപ്പൊ സമയം കിട്ടി എന്ന് വരില്ല. ആ നോട്ടം തന്നെ എനിക്ക് തോന്നുന്നു പാപ്പ ഒരുപാട് കാര്യങ്ങൾ പാപ്പ പറയുന്നത് എങ്ങനെയാണ്, യേശു സൗഖ്യത്തിൻ്റെയും ശക്തിയുടെയും സമാശ്വാസത്തിൻ്റെയും പ്രോത്സാഹനത്തിൻ്റെയും വാക്കുകൾ പറയാൻ സ്നേഹം നമ്മെ ശക്തരാക്കുന്നു. ഈശോ തന്നെ പറയുന്ന വാക്കുകൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ? മകനെ, ധൈര്യത്തോടെ ഇരിക്കുക, നിൻ്റെ വിശ്വാസം വലുതാണ്, എഴുന്നേൽക്കുക, സമാധാനത്തിൽ പോകുക, ഭയപ്പെടാതിരിക്കുക. ഇതൊക്കെ ഇത്തരം വാക്കുകളിലൂടെ നമുക്ക് ഈ നമ്മുടെ പല പ്രശ്നങ്ങളും അല്ലെങ്കിൽ പല ഇടപെടലുകളെയും തന്നെ ഒരു സൗഖ്യമായിട്ടും ആശ്വാസമായിട്ടൊക്കെ തീരാൻ സാധിക്കും. ഇപ്പോൾ വീട്ടമ്മയായ ഒരു സ്ത്രീ അവൾ വെച്ച കറി മോശമായി പോയിട്ടിരിക്കുമ്പോൾ ദുഃഖിച്ചിരിക്കും, അല്ലെങ്കിൽ അടുക്കി പിടിച്ചു അങ്ങനെ ഇരിക്കുമ്പോൾ പോട്ടാ സാറില്ല എന്നൊരു വാക്ക് മതി ചിലപ്പോൾ അവൾക്ക് ഒത്തിരി പ്രോത്സാഹനമല്ലേ. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ വീട്ടിലൊരു കറി പാകം ചെയ്യുന്നതിനിടയിൽ മോനോട് അത് ഓഫാക്കിയിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ അവനത് ശരിക്കും ഓഫാക്കിയില്ല. ഞങ്ങൾ വലിയ താല്പര്യത്തോടെ ഉണ്ടാക്കിയ ഒരു പ്രത്യേക ഒരു വിഭവമായിരുന്നു. അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥനയ്ക്കിടയിലാണ് അവനോട് ഓഫാക്കാൻ പറഞ്ഞത്. പക്ഷെ അവനത് എന്തോ അവന് ശ്രദ്ധ കുറവ് കൊണ്ട് അവന് ഓഫാക്കാൻ പറ്റിയില്ല. പ്രാർത്ഥന കഴിഞ്ഞ് ചെല്ലുമ്പോഴേക്കും പകുതിയോളം ഭാഗം കഴിഞ്ഞു. പക്ഷെ എന്തോ അന്ന് വളരെ സൗമ്യമായിട്ട് അവനോട് ഇടപെടാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്നുള്ളത് പക്ഷേ അന്ന് വൈകിട്ട് കഴിക്കേണ്ട ഭക്ഷണത്തിൻ്റെ പ്രധാന ഐറ്റമാണത്. അത് മാത്രമേ അന്നൊക്കെ അറിയുള്ളൂ. അപ്പോൾ അത് ഞങ്ങൾ പെട്ടെന്ന് ഓർക്കുകയാണ്. ആ സമയത്ത് അങ്ങനെ പ്രാർത്ഥനയുടെ ഒരു കഴിഞ്ഞുകൊണ്ടായിരിക്കാം, തമ്പുരാനിൽ ആശ്രയിച്ചുകൊണ്ടായിരിക്കാം സൗമ്യതയോടെ ഇടപെടാൻ. നമ്മളല്ലാതെ ആരാണ് അവനോട് കരുണ കാണിക്കുക, അല്ലെ അവനോട് ഉചിതമായി പെരുമാറുക? ഭാര്യയെ അല്ലാതെ ഭർത്താവിനോട് ആരാണ് ഈ എൻകറേജ്മെൻറ്റും ശക്തിയും പകർന്നു കൊടുക്കുവാനായിട്ടുള്ളത്? പ്രത്യേകിച്ച് ഇന്നത്തെ ഈ അണുകുടുംബങ്ങളിലെന്ന് പറഞ്ഞ പോലെ മറ്റൊരു വ്യക്തിയില്ല. അപ്പോൾ നമുക്ക് പരസ്പരം ആശ്വാസദായകവും അല്ലെങ്കിൽ പിന്നെ എനിക്ക് തോന്നുന്നു ഫൗണ്ടേഷൻ തന്നെ തകർന്നു. പിന്നീട് കൗൺസിലിംഗ് സെന്ററിൽ എത്തി, പിന്നെ അതിൻ്റെ അടുത്ത പടിയിലേക്ക് പോവുക. ഓഫീസിൽ നിന്നൊക്കെ ഇങ്ങനെ എന്താ പറയണ്ട, ഇന്നത്തെ കോമ്പറ്റീറ്റീവ് വേൾഡിൽ ഭർത്താവ് ചിലപ്പോൾ തിരിച്ചു വരുന്നത് അത്രയും എക്സോഷനേക്കാളും അത്രയ്ക്ക് അധികം അവിടുന്ന് സഹിച്ചിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ആ നേരത്തെ ദുഃഖത്തോടെ ഇരിക്കുമ്പോൾ ഇന്നെന്തൊരു മൂടി ഇതെന്ന് പറഞ്ഞ ഭാര്യ വഴക്ക് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ലേറ്റ് ആയിട്ട് വരുമ്പോൾ ഈ പറഞ്ഞ പോലെ വേറൊരു സ്ഥലത്ത് പോകാമെന്ന് ചിലപ്പോൾ ഉദ്ദേശിച്ചിരുന്നിട്ടുണ്ടാകാം. അപ്പം നമ്മുടെ പ്ലാനും പദ്ധതിയും അനുസരിച്ച് കാര്യങ്ങൾ നടക്കാതെ വരുമ്പോഴൊക്കെ ഈ പറയുന്ന ഒരു ക്ലാഷ് വരാം. അവിടെ എല്ലാം കുടുംബജീവിതത്തിൽ പ്രത്യേകിച്ച് പുരുഷന്മാർക്ക് നമ്മളെ കുറിച്ച്. അപ്പോൾ കുടുംബജീവിതത്തിലും നമ്മുടെ മറ്റുള്ളവരുടെ ഇടപെടലിലുമൊക്കെ ഈ ഉചിതമായി പെരുമാറാനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. ഉചിതമായ പെരുമാറ്റം പറയുമ്പോഴേ എൻ്റെ അടുത്ത് വന്ന ഒരു കേസും ഞാൻ വായിച്ച ഒരു കേസും അത് രണ്ടും ഒരേപോലെ വന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് അവർക്കൊരു 14 വർഷം കഴിഞ്ഞാൽ ഒരു കൊച്ചുണ്ടാവുന്നത്. ആ കൊച്ച് ഇദ്ദേഹം മരുന്ന് കഴിക്കുന്നുണ്ട്, വൈഫ് മരുന്ന് കഴിക്കുന്നുണ്ട്. തിരക്കിട്ട് ഓടുന്നതിനിടയിൽ അദ്ദേഹം മരുന്ന് കഴിച്ചിട്ട് ടേബിളിൽ വെച്ചിട്ട് പോയി. പോകുന്ന വഴിക്ക് വൈഫിനോട് പറഞ്ഞു, മേരി ഞാൻ മരുന്ന് അവിടെ വെച്ച് നീ എടുത്തു വെച്ചേക്കണം എന്ന് പറഞ്ഞിട്ടാണ് പോയത്. സ്വാഭാവികമായ സ്ത്രീകൾ വീട്ടിൽ നിന്ന് എന്ത് പറയും, നമ്മളെന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്നുള്ളൊരു ചോദ്യം ഉത്തരം പറഞ്ഞിട്ട് തീർത്തിട്ട് പറഞ്ഞു. പെട്ടെന്ന് നമ്മൾ മറന്നുപോയി. ഇച്ചിരി സമയം കഴിഞ്ഞ് ഓർത്ത് വരുമ്പോൾ മകൻ അതെല്ലാം സേവിച്ച് അൺകോൺഷ്യസ് ആയിട്ട് കിടക്കുന്നതാണ് കാണുന്നത്. നമുക്കറിയാലോ ആ ഒരവസ്ഥ. എടുത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അവിടെ വെന്റിലേറ്ററിൽ ഇട്ടിരിക്കുകയാണ്. ഈ വിവരം കേട്ടിട്ട് ഭർത്താവിൻ്റെ ഒരു വരവുണ്ട്. ഇവൾ പറയാണ്, വീട്ടിലെ അമ്മായിയമ്മ, നാത്തൂന്മാർ എന്ന് തുടങ്ങി എല്ലാവരും എന്നെ ഒരുപാട് കുറ്റപ്പെടുത്തി. ഇവൾക്ക് തന്നെ ഉള്ളിൽ ബോധമുണ്ട് ഞാൻ ചെയ്തത് ശരിയായില്ല എന്ന്. അപ്പോൾ എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തും. ഭർത്താവും വരുമ്പോൾ ഒരടിയോ അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ ഒരു പ്രതികരണമോ പ്രതീക്ഷിച്ചാണ് ഇവളിരിക്കുന്നത്. ഈ ഭർത്താവ് ഓടി വന്ന്, എല്ലാവരും വിചാരിച്ച് കൊച്ചിനെ കാണാൻ പോകുന്നു. ഇവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ ഓടി വന്ന് ഇവളെ വട്ടം കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, മേരി ഞാൻ നിൻ്റെ കൂടെയുണ്ട്. അതോടുകൂടി ആ രംഗം മുഴുവൻ
ശാന്തമായ ഒരവസ്ഥ. എന്നിട്ട് അവൾ എന്നോട് പറയാണ്, സിസ്റ്റർ എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും അവനോട് വിധേയത്വമില്ലാതെ പെരുമാറാൻ എനിക്ക് പറ്റില്ല. കാരണം അത്രമാത്രം കടപ്പാടാണ് എൻ്റെ ഉള്ളിൽ അവനോട് തോന്നുന്നത്. ആ ഉചിതമായ പെരുമാറ്റം ആ കുടുംബം തകർന്നു പോകാവുന്ന അവസ്ഥയിൽ നിന്നും ബന്ധുക്കൾ പോലും ഇതൊന്ന് പൊളിഞ്ഞാൽ കൊള്ളാമെന്ന് ആഗ്രഹിച്ചിരുന്ന സമയത്ത് ഇവൻ്റെ പെരുമാറ്റം അവരെ വല്ലാതെ ബിൽഡപ്പ് ചെയ്തു. മനോഹരമായ ഒരു അനുഭവ സാക്ഷ്യമാണ് സിസ്റ്റർ പങ്കുവച്ചത്. എനിക്കൊന്ന് പാപ്പ ഇതിൽ പറയുന്ന ഒരു കാര്യം കൂടെ നമുക്ക് പങ്കുവച്ചിട്ട് നമുക്ക് ഇതിൻ്റെ സമാപനത്തിലേക്ക് വരാം. യഥാർത്ഥത്തിൽ സ്നേഹം എത്ര ആഴപ്പെടുന്നുവോ അത്ര കൂടുതൽ അപരൻ്റെ സ്വാതന്ത്ര്യം ആദരിക്കാനും തൻ്റെ ഹൃദയ കവാടം തുറക്കുന്നത് വരെ കാത്തിരിക്കാൻ വേണ്ട കഴിവും അത് ആവശ്യപ്പെടുന്നു. സ്നേഹമുള്ളവരെ, ഈ ഒരു സ്നേഹത്തിൻ്റെ ശരിയായ പെരുമാറ്റം, സ്നേഹം ഒരിക്കലും അനുചിതമായി പെരുമാറുന്നില്ല എന്ന് പാപ്പ നമ്മെ ഓർമ്മിപ്പിക്കുമ്പോൾ ഇത് നമ്മുടെ കുടുംബജീവിതത്തിൽ നമുക്ക് പരിശീലിക്കാൻ സാധിക്കട്ടെ. അനേകം കുടുംബങ്ങൾ ഈ ഒരു സ്നേഹത്തിൻ്റെ ആഴപ്പെടുന്ന അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ ഈ ചർച്ച നമ്മെ സഹായിച്ചിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഏറെ സ്നേഹത്തോടെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഈ ഒരിക്കലും അനുചിതമായി പെരുമാറാത്ത സ്നേഹത്തെ കൂടുതലായിട്ട് സ്വന്തമാക്കാൻ നമുക്ക് ആഗ്രഹിക്കാം. അതിനായി പ്രാർത്ഥിക്കാം. ഈ സ്നേഹത്തിൽ നമുക്ക് അനുദിനം വളരുകയും ചെയ്യാം.